ഹലോ. അപ്പൊ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി എണീക്കാനായിട്ട്. പക്ഷെ അധികം കോടയൊന്നുമില്ല ഇവിടെ. ചൂടുണ്ടായിരുന്നു കുറച്ച്. ശരിക്കും ഡിസംബറൊക്കെ ആയാലായിരിക്കും തണുപ്പ് വരണേ. ചേട്ടന് സൂര്യനൊന്നും എനിറ്റിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ പുറത്തെ കാഴ്ചകൾ എടുക്കാന്ന് വെച്ച് വന്നേക്കാം. സൂര്യൻ കണ്ടോ, നല്ല ഉറക്കത്തിലാ. അപ്പോഴേക്കും ചേട്ടന് എനിറ്റതേ പുറത്ത് ബാൽക്കണിയില് വ്യൂ ഒക്കെ കാണാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കാപ്പി കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ റെസ്റ്റോറൻറ്റിലേക്ക്. ഉള്ളിലേക്കൊക്കെ ഇറങ്ങാണെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ ഇരിക്കാന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് പറഞ്ഞ സമാധാനപ്പെട്ട് ഞങ്ങൾ കൊണ്ടുപോകാണ്ട. ഇന്നത് പോലെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും. ഇവിടെ പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു, എനർജി ഡ്രിങ്ക്, കോൺഫ്ലെക്സ്, കെല്ലോഗ്സ്, പിന്നെ മെയിൻ കോഴ്സായിട്ട് പിന്നെ മുട്ട പുഴുങ്ങിയത്, ദോശ, ബ്രെഡ് റോസ്റ്റ്, ചോള ഭട്ടൂര, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിട്ടോ. ഇത് കൂടാണ്ട് ബ്രെഡും ജാമും ബട്ടറ്, അതുപോലെ പീനട്ട്, ബ്രൗണീസ്, കേസരി ബാത്ത്, പിന്നെ ഡോണറ്റ്സ് പലതരം ഉണ്ടായിരുന്നു, കേക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. സൂര്യനും ബ്രൗണീസും ഡോണറ്റും ഇഷ്ടമായ. അങ്ങനെ ഞങ്ങളും ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ മസാല ദോശ, പൂരി, അങ്ങനെ പിടിയൊക്കെ ഉണ്ടോ കഴിച്ചത്. കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓപ്പൺ ടെറസിലേക്കാണ് പോയത്. അവിടെ ഇന്നലെ രാത്രി ആയാലും കളിക്കാൻ പറ്റിയില്ലല്ലോ, അത് കാരണം പകല് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യനോട്. ഈ ഹോട്ടലിന്റെ ചുറ്റും കാണാൻ നല്ല ഭംഗിയായിട്ട്. പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല വ്യൂസാ. നിറച്ച് തേയിലത്തോട്ടങ്ങളും മരങ്ങളും പൂക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പൂളിലേക്ക് പോകാൻ പോവാണേ. നമ്മൾ ഇവിടെ നിന്ന് 11 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യും. അങ്ങനെ പൂളിലെത്തി. അതിന് പൂളിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ മരങ്ങളും തേയിലകളൊക്കെ തന്നെയാട്ടാ കാണുന്നത്. ഈ സൈഡിൽ കാണുന്നത് ഈ ഹോട്ടലിന്റെ ഓരോ ബ്ലോക്കായിട്ട് തിരിച്ചു വന്നില്ലേ, അതാണ് ഈ കാണണേ. അങ്ങനെ നമ്മൾ റെഡിക്ക് ആയി കഴിഞ്ഞു. ഇനിയിപ്പ നമ്മൾ പോവാണ് കേട്ടോ റിസപ്ഷനിലേക്ക്. നമ്മൾ റിസപ്ഷനിലെത്തി. ഇനി ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ അപ്പുറത്തെ സൈഡ്, റിസപ്ഷന്റെ അപ്പുറത്തെ സൈഡ് കണ്ടിട്ടുണ്ടായില്ല. ഇവിടെ നിറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ ഒക്കെ. അപ്പൊ അതൊക്കെ കണ്ട്. ഇത് ഫ്രണ്ട് ഭാഗാട്ടോ ഹോട്ടലിന്റെ. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാന്ന് വെച്ച് വീഡിയോ എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്ത് വെച്ച് നമ്മളിത് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ട്, ചാൻഡീസ് വിൻഡി വുഡ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ, നല്ല റിസോർട്ടാട്ടോ. ഇനി നമ്മൾ പോകാൻ പോണത് പാർക്കിലേക്കാട്ടോ. അതെ, അവിടെ ആ കാണാൻ പാർക്ക്. നമ്മൾ കുറച്ച് തേയിലയും കോഫി പൗഡറും വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായി. അത് വാങ്ങാൻ പോകണം, എന്നിട്ട് വേണം പാർക്കിലേക്ക് വരാനായിട്ട്. ഇതാണ്ടോ പാർക്ക്. ഇവിടെ സിപ്പ് ലൈനും പിന്നെ പിള്ളേർക്ക് കളിക്കാൻ കുറെ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. സൂര്യനും ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. തന്നെ ഓടി ഓരോന്നിൽ കയറി കൊണ്ട് നടക്കായിരുന്നു.
പിന്നെ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറിയിട്ടാ, ഞാനും സൂര്യനാണ് സിപ്പ് ലൈനിൽ കയറിയത്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ചെറിയ പേടി ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പോയി അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. ഈ സൂര്യനാണ് വരുന്നത്. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സിപ്പ് ലൈനിൽ പോണത്. അപ്പൊ പേടിയാവോ എങ്ങനെയാന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആള് കുഴപ്പമൊന്നും ഉണ്ടായില്ല, തന്നെ പോന്നു. സിപ്പ് ലൈനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞപ്പോ അവിടെ ഇങ്ങനെ പലതരത്തിലുള്ള പൂക്കൾ നന്നായിട്ട് അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. നമ്മളും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാം കണ്ട് അവിടെയൊക്കെ നടന്ന് പോന്നു. സൂര്യന് പാർക്കിൽ കളിച്ചു കഴിഞ്ഞിട്ട് പോരാൻ തോന്നുന്നുണ്ടായില്ല. ഓരോ സാധനങ്ങളിൽ കയറാനായിട്ട് നടക്കുമായിരുന്നു. ലാസ്റ്റ് പിന്നെ ഊഞ്ഞാലിലും കൂടി കയറിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോന്നു. തിരിച്ചു പോവാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഹെയർ പിന്നൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ എത്താറായപ്പോഴേക്കും നല്ല മഴയായിട്ടോ. മഴയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പം നമ്മളിതേ മൂന്നാർ യാത്ര ഇവിടെ തീരാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.